ബേസിക്കലി എന്താണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗ്യാസ്ട്രോൻട്രോളജിയിൽ നടന്നിട്ടുള്ള അഡ്വാൻസസ്, അതാണ് ബേസിക്കലി നന്ദൻ ഇവിടെ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവും. കുറെ കൊല്ലങ്ങൾ എൻഡോസ്കോപ്പി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ കൊല്ലങ്ങളായിട്ടുണ്ട്, 60-70 കൊല്ലങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഈ പറയുന്ന ഈ ഫൈബ്രോ ഓപ്റ്റിക് ടെക്നിക് ഉണ്ടല്ലോ, നമ്മൾ അതായത് ഫൈബ്രോ ഓപ്റ്റിക് ലെൻസിലൂടെ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ലൈറ്റ് പോവുകയാണെങ്കിൽ അത് അറ്റം വരെ പോകുന്ന കാര്യങ്ങളാണ് ഫൈബ്രോ ഓപ്റ്റിക്. ഒരു നീളമുള്ള ട്യൂബിൽ ഫൈബ്രോ ഓപ്റ്റിക് ലെൻസിലൂടെ അതിന് അറ്റത്ത് വരുന്ന ലൈറ്റിലൂടെ കാണുന്ന കാര്യത്തിനെയായിരുന്നു മുമ്പ് നമ്മൾ എൻഡോസ്കോപ്പി ആയിട്ട് ഉപയോഗിച്ചത്. അതിനുശേഷം അത് മാറി അവിടെ ക്യാമറയായി. അപ്പം ഈ ക്യാമറയിലൂടെ നമ്മൾ അന്നനാളം, ആമാശയം, കുടൽ, ചെറുകുടൽ, വൻകുടൽ ഇതെല്ലാം നമുക്ക് ഉള്ളിൽ നിന്ന് നോക്കാം. ഈ കാണുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതിനെയാണ് ഫസ്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ നോക്കുന്നതിന് സാധാരണ ഒരു ക്യാമറ, നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫോണിന്റെ ക്യാമറ നമുക്ക് പറയാം. ഒരു സാധാരണ ഫോണിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതും ഒരു ഹൈ ക്ലാരിറ്റി അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ഉള്ള ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും തമ്മിലുള്ള ഔട്ട്പുട്ട് വളരെ വ്യത്യാസമായിരിക്കും. മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ പല ടെക്നിക്കുകൾ പോകുന്നുണ്ട്. ഇമേജ് എൻഹാൻസ്ഡ് എൻഡോസ്കോപ്പി എന്ന് പറയും. ഇതിലൂടെ ഒരു ചെറിയ ഒരു കുരു പോലത്തെ ഒരു സാധനം നമ്മൾ കാണുന്നു. നമ്മളൊരു സാധാരണ എൻഡോസ്കോപ്പിലൂടെ അത് കാണുമ്പോൾ, ഒരു സാധാ ക്യാമറയോട് കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, അതൊരു സാധാരണ സാധനമാണ്. നമ്മളത് അതിനെ അവിടെ നോർമലാണെന്ന് തോന്നും. അതേസമയം ഇമേജ് എൻഹാൻസ്ഡ് എൻഡോസ്കോപ്പി ബെറ്റർ ആയിട്ടുള്ള എൻഡോസ്കോപ്പിക് പ്രൊസസ്സറിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള മൈന്യൂട്ട് ചേഞ്ചുകൾ കാണാൻ പറ്റും. അങ്ങനത്തെ മൈന്യൂട്ട് ചേഞ്ചുകൾ വെച്ച് ഇതിന്റെ ക്യാൻസർ പോലത്തെ രോഗങ്ങളുടെ റിസ്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏർലി ഡിറ്റക്ഷൻ പറ്റും.